ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനെ പത്മകുമാർ അറസ്റ്റിലായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ അനിവാര്യമായ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ ആർ വി ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് CPM നടത്തുന്നത്. കൂടുതൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ചോദ്യങ്ങൾ എത്തുമോ എന്നുള്ള സ്വാഭാവികമായ ഭയവും അവർക്കുണ്ടല്ലേ? സുരേഷ്, തീർച്ചയായും ഈ പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി മാത്രം എല്ലാം ഒതുക്കി തീർക്കാം എന്നായിരിക്കും ഒരുപക്ഷെ സർക്കാരിൻ്റെ പ്രതീക്ഷയെങ്കിലും അതിലേക്ക് മാത്രം ഒതുങ്ങുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമായി ഒതുക്കാനായിരുന്നു അന്ന് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനമെങ്കിൽ അല്ലെങ്കിൽ നീക്കമെങ്കിൽ അവിടെ അതെല്ലാം പൊളിഞ്ഞത് ഹൈക്കോടതിയുടെ ഇടപെടലാണ്. ഹൈക്കോടതിയാണ് വളരെ കൃത്യമായി SITക്ക് നിർദ്ദേശം കൊടുത്തത്. 10 ദിവസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണം. മാത്രമല്ല ശബരിമലയിൽ എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട $42 റിപ്പോർട്ടുകളാണ് ഹൈക്കോടതിയുടെ മുൻപിലുള്ളത്. ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ്. അതുകൊണ്ട് തന്നെ അത്തരം തുടർ നടപടികൾ ഇല്ല എങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യണം, നിലവിൽ ലഭിച്ചിരിക്കുന്ന മൊഴികൾ പരിശോധിക്കണം. ഏതായാലും പത്മകുമാറിന്റെ അറസ്റ്റ് CPMനെയും സർക്കാരിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന N വാസു അറസ്റ്റിലാകുന്നത്. തൊട്ടു പിന്നാലെ പത്മകുമാർ കൂടി അറസ്റ്റിലാകുന്നു. മുൻ MLA ആണ്. CPMന്റെ പ്രധാനപ്പെട്ട പത്തനംതിട്ടയിലെ നേതാവായിരുന്നു പത്മകുമാർ. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും 2018 ശബരിമല യുവതീ പ്രവേശന വിഷയം നമുക്കറിയാം. ആ വിഷയത്തെ തുടർന്ന് അതിൻ്റെ ഭാഗമായി നടന്ന അല്ലെങ്കിൽ അതിന് തുടർച്ചയായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. LDFന് ഏറ്റുവാങ്ങേണ്ടി വന്ന പശ്ചാത്തലമുണ്ട്. അതേ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ്. 2018 ശബരിമല യുവതീ പ്രവേശന വിഷയം നടപ്പാക്കാൻ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണോ മുന്നിട്ടിറങ്ങിയത്, ഏതൊക്കെ നേതാക്കളാണോ അതിനുവേണ്ടി പ്രവർത്തിച്ചത്, അവരൊക്കെ ഇപ്പോൾ അഴിക്കുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് CPMനെ വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കിപ്പം ഇപ്പോൾ ശ്രീ അനിൽ നമ്പ്യാർ കൂടി ചേരുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധമാണ്, അല്ലെങ്കിൽ CPMനെയും വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേളയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ന്യായീകരിക്കുമെന്നത് സർക്കാരിനെയും CPMനെയും ഒരുപോലെ വിഷമത്തിലാക്കുന്നതാണല്ലേ? തീർച്ചയായും രാജീവ്, സ്വർണ്ണക്കവർച്ച കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള അറസ്റ്റാണ് പത്മകുമാറിൻ്റേത്. നോക്കൂ, നേരത്തെ N വാസു അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് CPMൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധം ഇല്ല. പക്ഷേ പത്മകുമാർ അങ്ങനെയല്ല. അദ്ദേഹം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു പാർട്ടിയുടെ 32 വർഷം. മാത്രമല്ല 30ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കോന്നി MLA ആവുന്നത്. അപ്പോൾ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് ആണ് പത്മകുമാർ. മാത്രമല്ല അദ്ദേഹത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ പരിഗണിച്ചിരുന്നു. കഴിഞ്ഞ തവണ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതായത് എന്തുകൊണ്ട് എനിക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകുന്നില്ല എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അപ്പോൾ നോക്കൂ, മാത്രമല്ല അന്ന് ചില നടപടികളൊക്കെ എടുക്കുമെന്ന് CPM പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്യുകയും ചെയ്തത്. സ്വാഭാവികമായിട്ടും പത്മകുമാറിന് അഭേദ്യമായിട്ടുള്ള ബന്ധം, പത്മകുമാറിന് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള അടുപ്പം, അല്ലേ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പത്മകുമാർ തന്നെ ആരോപണ വിധേയനായ സമയത്ത് പത്മകുമാറിനോട് ഫോണിൽ ഞാൻ ഒന്നിലധികം തവണ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വലിയ കോൺഫിഡൻസാണ് പറഞ്ഞത്. അതായത് ഒരു കാരണവശാലും എന്നിലേക്ക് എത്തില്ല, അന്വേഷണം എന്നിലേക്ക് എത്തില്ല, കാരണം എനിക്കിതിലൊരു പങ്കുമില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ ആളാണ് പത്മകുമാർ. പിന്നെ ഈ റീസെൻ്റ്ലി ഒരു 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പലതും തുറന്നു പറയേണ്ടി വരും. അതിന് മുമ്പ് രാജീവ് ഓർക്കുന്നുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ദൈവ തുല്യമായിട്ട് കാണുന്നവർ ചതിച്ചു എന്ന രീതിയിൽ, അങ്ങനെ പരോക്ഷമായിട്ട് ഒരു സൂചന നൽകുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ, അത് ആരാണെന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചതുമാണ്. ദൈവതുല്യമായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പം പാർട്ടിയിലെ ദൈവതുല്യമായിട്ടുള്ള ആൾക്കാർ എന്ന് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പത്മകുമാറിൻ്റെ അറിവോടെയാണ് ഇത് നടന്നത്, ശരിയാണ്. N വാസുവിന് ഇതിൽ പങ്കാളിത്തമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം മുകൾ തട്ടിൽ നിന്ന് ലഭിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനകത്തൊരു വലിയൊരു മൗനം ആദ്യഘട്ടത്തിൽ കടകംപള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ദേവസ്വം മന്ത്രിയായിരുന്നു. മാധ്യമങ്ങൾ ഈ പ്രതികരണം തേടിയൊക്കെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിന്നീട് പ്രതികരിക്കാമെന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ പോലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല ഈ 2025 ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നതിന് തൊട്ടു മുന്നാണ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴും പ്രതികരണമില്ല.
അല്ല, ഈ എന്തായാലും ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ അറിവോടെ തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്, ഒരു സംശയമില്ല. കാരണം അല്ലാതെ പത്മകുമാർ സ്വന്തം നിലയ്ക്ക് അല്ലെങ്കിൽ KP ശങ്കരദാസ്, വിജയകുമാർ അടങ്ങുന്ന ആ ഒരു ഭരണസമിതി അവർ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ വലിയൊരു കൊള്ളയിലേക്ക് കടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ കൃത്യമായിട്ടും ഇത് കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കുള്ളവർക്കും ഇതിൽ പങ്കുണ്ട് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അപ്പോൾ കൃത്യമായിട്ട് ഈ പാർട്ടി അറിവോടുകൂടി തന്നെയാണ് ഇങ്ങനെയൊരു കൊള്ള നടന്നിരിക്കുന്നത് എന്നതിൽ ഒരു സംശയമില്ല. മറ്റൊരു കാര്യം, ഇതെല്ലാം നടന്ന കാലഘട്ടം അറിയാലോ. അതായത് പ്രളയം നടക്കുന്നു, കോവിഡ്, മാത്രമല്ല യുവതീ പ്രവേശ വിവാദം അത് കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പം ആരുടെയും ശ്രദ്ധ ശബരിമലയിലോ സന്നിധാനത്തോ പോകുന്നില്ല, അല്ലേ? പുറത്ത് ആ ചുറ്റുവട്ടത്ത് ആ കോലാഹലങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇത് കൊള്ളയടിക്കാൻ പറ്റിയൊരു സാഹചര്യം അവരവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അല്ല, ഈ സർക്കാർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതായത് ആ സമയത്ത് ഒരു പ്രാധാന്യം കൂടി നമുക്ക് നോക്കണം. ശബരിമല പൂർണ്ണമായിട്ടും ഒരു സർക്കാരിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ഈ പോലീസിൻ്റെ നിരീക്ഷണം എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ആരായിരുന്നു അവർ നിരീക്ഷണത്തിന് നേതൃത്വം നൽകിയത്? ഹരിശങ്കറിൻ്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത് ഹരിശങ്കർ ആയിരുന്നു. ഹരിശങ്കർ ഈ ശങ്കരദാസിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നിരീക്ഷണമായിരുന്നു അവിടെ സന്നിധാനത്തുണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ സ്വർണ്ണ കവർച്ച നടക്കുന്നത്. പിന്നെ സർക്കാർ അറിഞ്ഞില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? അത് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സർക്കാരിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ സാഹചര്യ തെളിവുകളെല്ലാം പരിശോധിക്കുമ്പോൾ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കൊള്ള നടത്താൻ സാധിക്കും. കാരണം അറിയാലോ, ഇപ്പം ആരെ നിയമിക്കുന്നുണ്ടെങ്കിലും ദേവസ്വം ബോർഡിലാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ പദവിയിൽ ആരെ നിയോഗിച്ചാലും കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം അവരിലുണ്ടാവും, അല്ലേ? പ്രത്യേകിച്ച് CPMൻ്റെ ഒരു ചട്ടക്കൂട് അങ്ങനെയാണല്ലോ. CPM കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, പത്മകുമാറോ വാസുവോ അല്ലെങ്കിൽ ശങ്കരദാസോ വിജയകുമാറോ സ്വന്തം നിലക്ക് ചെയ്തതല്ല, അവിടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ പങ്ക് സുവിദിതമാകുന്നത്. ഇനി അറിയേണ്ടത്, ഇപ്പം നേരത്തെ പത്മകുമാർ പറഞ്ഞ പോലെ എനിക്ക് പലതും വിളിച്ചു പറയേണ്ടി വരും, ഞാൻ നിർബന്ധിതനാകും എന്നൊരു മുന്നറിയിപ്പ് പത്മകുമാർ നൽകിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കടകംപള്ളി സുരേന്ദ്രൻ്റെ റോളിനെക്കുറിച്ച് ഈ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എന്താണ് എന്ന് അത് നേരിട്ട് പറയേണ്ടത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറയേണ്ടത് പത്മകുമാറാണ്. ഇനി വാസു അങ്ങനെയുള്ള എന്തെങ്കിലും സൂചനകൾ നൽകിയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ പത്മകുമാർ നേരത്തെ ഇങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹം പിടിവിട്ട് നിൽക്കുകയാണ്, അല്ലേ? ഒരു കാരണവശാലും അവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. കാര്യം എന്ന് പറയുന്നത്, ഈ പത്മകുമാറും വാസുവും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല. അപ്പോൾ പത്മകുമാർ പറഞ്ഞിട്ടാണ് ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് കൂട്ടുനിന്നത് എന്ന് വാസുവിൻ്റെ മൊഴി എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും? കാര്യം നമുക്കറിയാം, ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്ത് വാസുവും ദേവസ്വം പ്രസിഡൻ്റായിരുന്ന പത്മകുമാറും തമ്മിൽ അടുത്ത ബന്ധത്തിലായിരുന്നില്ല, നല്ല ബന്ധത്തിലായിരുന്നില്ല. പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വാസു കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയത്. വാസു ഈ ശബരിമലയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയതും ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സർക്കാർ നീക്കങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ കാര്യങ്ങൾ ചെയ്തതും വാസുവാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പത്മകുമാറിൻ്റെ നിർദ്ദേശപ്രകാരം വാസു ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് കൂട്ടുനിന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്? അല്ല, ഇതിൽ ഇനി എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് വരുമോ എന്നറിയില്ല. കാരണം നോക്കൂ, ഇന്നിപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. അതായത് SITക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അതായത് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത പോലെയാണ് MV ഗോവിന്ദൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPMൻ്റെ ഒരു ഉന്നത നേതാവിനെ പോലും അറസ്റ്റ് ചെയ്തു. ഒരുപക്ഷെ രാജീവേ, ഇനി ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊടുക്കുന്ന സമയത്തൊക്കെ ഇവർ പറയാൻ പോകുന്ന ഒരു പുതിയൊരു നറേറ്റീവ് ഇതാണ്. അതായത് CPM ഭരിക്കുന്നു, ഇടതുമുന്നണി സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്താണ് CPMൻ്റെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്തത്. കാരണം ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഗോവിന്ദൻ ആവർത്തിച്ച് പറയുകയാണ്, ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുവരും, അത് ഞങ്ങളുടെ ചുമതലയാണ്, ഞങ്ങൾ വിശ്വാസികളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഗോവിന്ദൻ. അപ്പോൾ അവിടെയും പ്രസക്തമായൊരു ചോദ്യമുണ്ട്. 2025 വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണം കൊടുത്തുവിടുകയാണ്. കൊടുത്തുവിട്ടതിന് ശേഷം കൃത്യമായി ജനൻ TV വാർത്ത പുറത്തുവിടുന്നു. അതിനുശേഷം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കുന്നു. അപ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് പുറത്തൊരു വിവാദം ഉണ്ടാകുന്നത്, അന്വേഷണം ഉണ്ടാകുന്നത്. അത് ഹൈക്കോടതിയാണ് അന്വേഷണത്തിന് നിർദ്ദേശം കൊടുക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണല്ലോ. കാരണം ഹൈക്കോടതി പിടിക്കുന്നറിയാം, ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ചയുണ്ടായാൽ, വീഴ്ചയുണ്ടായാൽ ഈ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള മറുപടി നൽകേണ്ടി വരും. മാത്രമല്ല അവരുടെ സർവീസിനെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് SIT ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും
ഹൈക്കോടതിയോടാണ് ഇവർ കടപ്പെട്ടിരിക്കുന്നത്, അല്ലേ? ഹൈക്കോടതിയോടാണ് ഇവർ ഉത്തരം പറയേണ്ടത്, സർക്കാരിനോടല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ആരൊക്കെ പ്രതി സ്ഥാനത്ത് വരുന്നോ അവരെയൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തി അവരെ അറസ്റ്റ് ചെയ്യേണ്ട ചുമതല SITക്കുണ്ട്. SIT അതുകൊണ്ട് തന്നെയാണ് സത്യസന്ധമായും സുതാര്യമായും ഈ അന്വേഷണം. അതിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ SIT രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണമുണ്ട്. ഹൈക്കോടതി അതിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ദേവസ്വം ബോർഡുകൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞത് SIT രൂപീകരിക്കുന്നതിന് മുമ്പാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ നൽകിയ 42 റിപ്പോർട്ടുകൾ ഹൈക്കോടതിയുടെ മുൻപിലുണ്ട്. വലിയ ഗൂഢാലോചന അവിടെ നടന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞതിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. 10 ദിവസം കൂടുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറയുന്നു. DGPയെ കൂടി കക്ഷി ചേർക്കുന്നു. അതായത് എന്തെങ്കിലും സംഭവിച്ചാൽ മറുപടി പറയേണ്ട വ്യക്തി DGP ആണ്, സംസ്ഥാന പോലീസ് മേധാവിയാണ്. അതായത് പഴുതുടച്ചുള്ള നീക്കം നടത്തിയിരിക്കുന്നത് ഹൈക്കോടതിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ സർക്കാർ ഈ രീതിയിൽ വെട്ടിലായത്. ഈ സമയത്ത് ആരുടെ ചങ്കായിരിക്കും ഇടിക്കുന്നുണ്ടാവുക? രാജീവിൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇപ്പോൾ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു, അല്ലേ? സ്വാഭാവികമായും KP ശങ്കരദാസ്, നമ്മുടെ DIG ഹരിശങ്കറിൻ്റെ അച്ഛൻ KP ശങ്കരദാസ്, അതുപോലെ വിജയകുമാർ, 2 അംഗങ്ങൾ, അല്ലേ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അവരെ എന്തായാലും അറസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചങ്കിടിപ്പ് കൂടുന്നത് ആരുടെയായിരിക്കും? PS പ്രശാന്തിൻ്റെ ആയിരിക്കില്ലേ, അല്ലേ? PS പ്രശാന്തിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഒരുപക്ഷെ പുറത്തു വന്നേക്കാം, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കും. അല്ല, ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണല്ലോ. 2025 വീണ്ടും ഇത്തരം ഒരു തട്ടിപ്പ് നടന്നിട്ടും വീണ്ടും അതിനെങ്ങനെ കൂട്ടുനിൽക്കാൻ കഴിഞ്ഞു, എന്തുകൊണ്ട് അത് പരിശോധിച്ചില്ല എന്നൊരു ചോദ്യം വരുന്നുണ്ട്. 2025 അന്നുണ്ടായിരുന്ന ബോർഡിനും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് അന്വേഷണം കൊണ്ടുപോയേ മതിയാകൂ എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. കാരണം പോറ്റിയെയാണല്ലോ ഇവരൊക്കെ അയ്യപ്പൻ്റെ സ്ഥാനത്ത് അവരോധിച്ചിരിക്കുന്നത്, അല്ലേ? പോറ്റിയിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടേണ്ടത് കിട്ടുന്നു. ഇപ്പം സ്വർണം ഇവരൊന്നും അടിച്ചുകൊണ്ട് പോയിട്ടില്ല, പക്ഷേ അതിൻ്റെ ആദായം, ആ ലാഭവിഹിതം ക്യാഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പത്മകുമാർ അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ പദവി ഒഴിഞ്ഞ ശേഷം തിരുവനന്തപുരത്ത് പരുത്തിപ്പാറയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒരു വീട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വീട് വാങ്ങി, അദ്ദേഹം വെച്ചതല്ല, ഒരു വീട് അദ്ദേഹം വാങ്ങി എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് മകനാണ് വാങ്ങിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ടേം കഴിഞ്ഞ ശേഷമാണ് വാങ്ങിയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാട് ഇപ്പം പുറത്തു വരുന്നത് എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നേരിട്ട് ഡയറക്റ്റ് ട്രാൻസാക്ഷൻ നടത്തി ആണല്ലോ. അപ്പോൾ ഒരുപക്ഷെ ബാങ്ക് റെക്കോർഡ്സൊക്കെ ഇവരുടെ കയ്യിലുണ്ടാവും, അല്ലേ? അല്ല, സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായി പണം പത്മകുമാറിന് നൽകിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നേരത്തെ വാർത്തയാക്കിയതിന് ശേഷം ഇപ്പോൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു സംഭവമുണ്ട്. ശബരിമല അയ്യപ്പൻ്റെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും ഭഗവാനോളം വിഗ്രഹത്തോളം പ്രാധാന്യമുള്ള അത് സ്വർണം കെട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോയത് പത്മകുമാറാണ്. പത്മകുമാർ സ്വന്തം നിലയ്ക്ക് ഒരു ഉത്തരവുണ്ടാക്കിയും കൊണ്ടുപോവുകയായിരുന്നു. അത് ഈ ഘട്ടത്തിലൊന്നും ചർച്ചയാവുന്നില്ല. ഇല്ല, ആ കൊണ്ടുപോയ ഒറിജിനൽ സാധനമാണോ തിരികെ കൊണ്ടുവച്ചത് എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അതും പരിശോധന നടത്തുകയായിരിക്കും. ഒരുപക്ഷെ ശാസ്ത്രീയ പരിശോധനയ്ക്ക്, ഫോറൻസിക് പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കുന്നതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ ഈ യോഗദണ്ഡൊക്കെ ഉണ്ടാവുമോ? നിലവിലിപ്പോൾ യോഗദണ്ഡിനെ കുറിച്ചും രുദ്രാക്ഷമാലയെക്കുറിച്ചും മറ്റൊരു അന്വേഷണം നടക്കുന്നില്ല, ആരും മിണ്ടുന്നില്ല. ഒരുപക്ഷെ നമ്മൾ ഈ ഒരു സംഭവം വന്നപ്പോഴാണ് നമ്മൾ വീണ്ടും അത് പറയേണ്ടി വരുന്നത്. കാര്യം ജനം TV ആണ് ആ വാർത്ത പുറത്തുവിട്ടത്, സ്വന്തം നിലയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയെന്ന്. പക്ഷേ അന്ന് ആ വാർത്ത പുറത്തു വന്നപ്പോൾ ക്ഷോഭിച്ചുകൊണ്ടല്ലേ ഇദ്ദേഹം സംസാരിച്ചത്, അല്ലേ? അത്യന്തം ക്ഷോഭിച്ചുകൊണ്ടാണ് സംസാരിച്ചത് പത്മകുമാർ. മാത്രമല്ല, പത്മകുമാർ തുടക്കം മുതൽ പത്മകുമാറിനോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഇത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് അവസാനം അയാൾ സ്കേപ്പ് ഗോട്ടായി, ഞാൻ ഒരു ബലിയാടായി എന്നുള്ള രീതി വരുത്തി തീർക്കാനുള്ള ചില പ്രതികരണങ്ങളാണ് പത്മകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ എന്തായാലും ഇതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. പക്ഷേ ഇനി അറിയേണ്ടത് രാജീവ്, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്മകുമാറും വാസുവും സ്വന്തം നിലക്കല്ല ചെയ്തത്. ഇതിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ റോൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുക്കലേക്ക് അന്വേഷണം പോകുമോ? കടകംപള്ളി സുരേന്ദ്രനും മാത്രമല്ല ഇതിനെക്കുറിച്ച് അറിയുന്നത്, അതിനപ്പുറത്തേക്ക് അതുക്കും മേലെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് സ്വർണ്ണത്തോട് വലിയ താല്പര്യമാണ് തീർച്ചയായും. അപ്പോൾ സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി നിൽക്കുന്ന ആ ഫോട്ടോ പുറത്തു വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു അതിലെന്താ കുഴപ്പമെന്ന്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള ഒരു വ്യക്തി ഒരു ആംബുലൻസിൻ്റെ അതിൻ്റെ താക്കോല് കൈമാറ്റ ചടങ്ങിൽ പങ്കെടുക്കുന്ന താങ്കൾ കരുതുന്നുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അഭേദ്യമായ അടുപ്പത്തിൻ്റെ പുറത്താണ് അന്നത്തെ ആ ചടങ്ങിൽ പങ്കെടുത്തത്. അല്ല, അത് അവിടെ തന്നെ ഒരു ചോദ്യം വരുന്നത്, പിന്നെ എന്തിനാണ് സംസ്ഥാന ഇൻ്റലിജൻസ്?
കാര്യം 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നു. 2019 കൊണ്ടുപോയൊരു തട്ടിപ്പ് നടത്തി. ഈ തട്ടിപ്പ് നടത്തി വർഷങ്ങളോളം അയാൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനുശേഷം 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ തട്ടിപ്പ് സംഘങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, പിന്നെ സംസ്ഥാന ഇന്റലിജൻസ് എന്തിനാണ്? ആവശ്യമില്ല. സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ ആവശ്യമില്ല. ഇനി ഒരുപക്ഷെ സംസ്ഥാന ഇൻ്റലിജൻസ് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. നടപടിയെടുക്കേണ്ടത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പി ശശിയെ പോലുള്ളവരാണല്ലോ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ പങ്ക് ഇവർക്കെല്ലാം ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം ഈ ഒരൊറ്റ എന്താ പറയേണ്ടത്, ആ ഫോട്ടോ തന്നെ കൃത്യമായിട്ടുള്ളൊരു സന്ദേശമാണ് നൽകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അടുപ്പം, അതുകൊണ്ട് മാത്രമാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത്. അതുകൊണ്ട് അന്വേഷണം ഉന്നതങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇനി SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടത് കടകംപള്ളി സുരേന്ദ്രനെയാണ്. കാരണം പത്മകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ദൈവ തുല്യരായിട്ടുള്ള ചിലരെയൊക്കെ ഞാൻ അമിതമായി വിശ്വസിച്ചു, അതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പത്മകുമാർ പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടത് കടകംപള്ളി സുരേന്ദ്രനാണ്. ആ ഒരു തലത്തിലേക്ക് SITയുടെ അന്വേഷണം പോകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണുന്നത്. അല്ല, മാത്രമല്ല ഈ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമുണ്ട്. രാജ്യാന്തര തലത്തിലുള്ള വിഗ്രഹ മോഷണ സംഘങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന്. മാത്രമല്ല മാത്രമല്ല ഈ കട്ടളപ്പാളികൾ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന SIT സന്നിധാനത്ത് എത്തി നടത്തുന്നു. എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? ഈ കട്ടളപ്പാളികൾ തന്നെയാണോ തിരിച്ചു വന്നതെന്ന് ആർക്കും അറിയില്ല. അതൊരു പക്ഷേ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ആർക്കെങ്കിലും വിൽപ്പന നടത്തിയിട്ടുണ്ടാകാം. അതിന് ഈ പറയുന്ന പത്മകുമാറും അതുപോലെ തന്നെ N വാസും ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിന്നു എന്ന് മാത്രം ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റൂ. അതിനപ്പുറത്തേക്ക് താങ്കൾ പറഞ്ഞ പോലെ ബന്ധങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ അതേ വസ്തുക്കൾ അല്ലെങ്കിൽ ഭഗവാന്റെ സ്വന്തമായ അതേ കാര്യങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അതെ, ശരിയാണ്. ഇനിയിപ്പോൾ പുതിയ നറേറ്റീവ് ഒരുപക്ഷെ ഇവർ കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി, അതായത് ഇടതുമുന്നണി സർക്കാരിന് ഭക്തരോടാണ്, അയ്യപ്പ ഭക്തരോടാണ് കടപ്പാടുള്ളത്, പ്രതിബദ്ധതയുള്ളത്. അതുകൊണ്ട് നമ്മളിതാ ഈ അന്വേഷണം സത്യസന്ധവും സുതാര്യവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള ഒരു നറേറ്റീവ്, അങ്ങനെയുള്ള ആ കടപ്പാട് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അയ്യപ്പ ഭക്തരോടുള്ള സർക്കാരിൻ്റെ കടപ്പാട്. അതൊരു ഭാഗത്തുണ്ട്. പക്ഷേ എങ്കിലും അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ, കാരണം ഗോവിന്ദൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അവർ അങ്ങനെയുള്ള ക്യാപ്സ്യൂൾ ഇറക്കാനാണ് സാധ്യത. ഇനി ഡിബേറ്റുകളിലൊക്കെ നോക്കിയാൽ മതി, ഇങ്ങനെയുള്ള ക്യാപ്സ്യൂൾ ഇറക്കാനാണ് സാധ്യത. പക്ഷേ ആത്യന്തികമായി പറയേണ്ടത്, ഈ കാട്ടുകള്ളന്മാർ, അതുപോലെ ഈ കൊള്ളക്കാർ, കവർച്ചക്കാർ, ഈ കൊള്ള സംഘം, അത് CPM-കാരാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ N വാസുവിന് പാർട്ടിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അദ്ദേഹം 2 തവണ കുളക്കട പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നു. പക്ഷേ പത്മകുമാർ വളരെ മുതിർന്ന ഒരു നേതാവാണ്, CPM നേതാവാണ്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ പാർട്ടിയുമായിട്ടുള്ള ചില സ്വരച്ചേർച്ച ഇല്ലായ്മ കാരണം അദ്ദേഹത്തെ മാറ്റി നിർത്തിയതാണ്. അതുകൊണ്ട് CPM ഈ കൊള്ളക്കാരുമായിട്ടുള്ള, ഈ ലോബിയുമായിട്ടുള്ള ആ ബന്ധം, അതാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതാണ് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത്. ഈ CPM എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഉണ്ടാക്കിയൊരു പാർട്ടിയാണ് എന്ന് നമ്മൾ സംശയിക്കുന്ന ആരെയും കുറ്റം പറയാൻ പറ്റില്ല. രാജീവ്, തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ അനിൽ നമ്പ്യാർ. സുരേഷ് ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് കാര്യം. ഇത് CPM ഇതിൽ നിന്ന് തലയൂരാനുള്ള ഒരു ശ്രമം നടത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും തങ്ങൾ ഭരിക്കുന്ന സമയത്ത് വളരെ കൃത്യമായ ഒരു അന്വേഷണമൊക്കെ SIT നടത്തി. അതിൻ്റെ ഭാഗമായാണ് ആരെയും സംരക്ഷിക്കില്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലും അതുപോലെ തന്നെ പ്രസ്താവനകളും ഒക്കെ ആയിരിക്കും വരും ദിവസങ്ങളിൽ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഹൈക്കോടതിയുടെ വളരെ കർശനമായ ഇടപെടൽ, പുറത്തു വന്ന തെളിവുകൾ, മാത്രമല്ല ഹൈക്കോടതി ഇതിനകം ശേഖരിച്ച തെളിവുകൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തൊട്ട് ഇങ്ങോട്ട് ഒടുവിൽ പത്മകുമാർ വരെ അറസ്റ്റിലാകേണ്ട സാഹചര്യമുണ്ടായത്. പത്മകുമാറിന് ഈ കേസിൽ വളരെ നിർണായകമായ പങ്കുണ്ട്. അത് തെളിയിക്കുന്ന രേഖകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. പോലെ തന്നെ സ്വർണ്ണ കവർച്ചാ കേസിൽ അനിവാര്യമായ അറസ്റ്റ് മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പത്മകുമാറാണ് അറസ്റ്റിലായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് രാജീവും അനിൽ നമ്പ്യാരുമാണ് വിശദാംശങ്ങൾ നൽകിയത്.